ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ VFAയുടെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ VFA എന്നൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലാസ്സും മിസ്സാക്കരുത്, ഒരു പോയിന്റും മിസ്സാക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്ത് എത്തിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. VFAക്ക് നല്ലോണം ചോദിക്കാൻ ചാൻസ് ഉള്ള മിനി ടോപ്പിക്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് അതുമായി ബന്ധപ്പെടുത്തി എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ, അതുമായി റിലേറ്റ് ചെയ്ത് എന്തൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണോ എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും നമ്മൾ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകുന്നുണ്ട്. ക്ലാസ് നേരെ കണ്ടു തീർക്കുക, ഒന്നും മിസ്സാക്കരുത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ മിസ്സാക്കരുത്. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് VFA പഠിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും VFAക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ, പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് യൂസ്ഫുൾ ആവും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അധികമൊന്നും പറയാം, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. പിന്നെ നമ്മുടെ LDC LGS ബാച്ച്, LDC ബൂസ്റ്റർ LGS ബൂസ്റ്റർ 2027 LDC ബൂസ്റ്ററും LGS ബൂസ്റ്ററും കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ അത് മിസ്സാക്കരുത്. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കോഴ്സിന്റെ ഡീറ്റെയിൽസ്. പിന്നെ SCRT ബൂസ്റ്ററിന് മാത്രം ഒരു കോഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3 കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ. ഒരു അടിപൊളി സ്റ്റഡി മെത്തേഡ് ഒക്കെ നമ്മൾ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആദ്യ റാങ്കുകളിൽ തീർച്ചയായും നിങ്ങൾ ഉണ്ടാവും. ആദ്യ 2 റാങ്കുകളിൽ ഉറപ്പിച്ച് എന്തായാലും ഇപ്രാവശ്യം കയറണം, ഈ വരുന്ന എക്സാമിന് ഞാൻ എന്തായാലും ജോലിക്ക് കയറും എന്ന വിശ്വാസത്തിൽ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ. ഞാൻ പറഞ്ഞ സ്റ്റഡി മെത്തേഡ് നിങ്ങൾ അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്ത ആദ്യ റാങ്കുകളിൽ നിങ്ങൾ ഉണ്ടാവും. പിന്നെ നമുക്ക് അവിടെ ഹോട്ട് ടോപ്പിക്സും അതുപോലെ തന്നെ SCRT ബൂസ്റ്ററും LDCയിലും LGSലും നിങ്ങൾക്ക് SCRT ബൂസ്റ്റർ അവൈലബിൾ ആണ്. പലരും ആവശ്യപ്പെട്ടതുകൊണ്ട് SCRT മാത്രമായിട്ടും ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് കണ്ട് മനസ്സിലാക്കുക, എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. പിന്നെ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യും. അപ്പോൾ അവർ പറയും എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എന്തായാലും റാങ്ക് അടിക്കണ്ടേ, അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ, എന്തായാലും നിങ്ങൾ റാങ്ക് അടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നുണ്ട്, ശരിയായതാണോ തെറ്റായതാണോ എന്ന് നോട്ട് ചെയ്യണം. തെറ്റിപ്പോയാൽ നമ്മുടെ 1 മാർക്ക് പോവും. 1 മാർക്ക് പോയി കഴിഞ്ഞാൽ 1/3 മൈനസ് ആവും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി എടുക്കുക. സിമ്പിൾ ആയിട്ട് ചിലപ്പോൾ നമുക്ക് തെറ്റിയിട്ടുണ്ടാവും. അപ്പൊ നേരെ നോക്കി എപ്പോഴും ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ശരിയായതാണ്, ശരിയായ പ്രസ്താവന. അപ്പൊ നിങ്ങൾ എന്താണ് ഓപ്ഷൻസ് വായിക്കുമ്പോൾ, അതായത് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ഓരോന്നിലും ടിക്കറ്റ് പോയാൽ മതി. ഓക്കെ, ഇത് ശരിയാണെങ്കിൽ ശരി, ഇത് തെറ്റാണെങ്കിൽ തെറ്റ്, ഇത് ശരിയാണെങ്കിൽ ശരി, അങ്ങനെ ഇട്ട് പോവുക. എന്നിട്ട് ലാസ്റ്റ് ഒന്നുകൂടെ വായിക്കുക. ശരിയായതാണോ തെറ്റായതാണോ ആൻസർ ചെയ്യേണ്ടത്. രണ്ടും എന്തായാലും ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളെ മാർക്ക് കളയലാണ് അവർക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം കേട്ടോ, തെറ്റിക്കരുതേ. നോക്കാം, ചുവടെ തന്നിരിക്കുന്നവയിൽ അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് ആര്? അഡ്വക്കേറ്റ് ജനറൽ. അതെന്താണ്? അത് ശരിയാണ് അല്ലെ? സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ ആണ്. അപ്പൊ അത് ശരിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 163 ആർട്ടിക്കിൾ 163 ആണോ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ശരിയാണോ? ശരിയാണെങ്കിൽ ശരിയിടുക, തെറ്റാണെങ്കിൽ തെറ്റിടുക. ഞാൻ തെറ്റിടുകയാണേ. ഓക്കെ, 165 ആണ് കേട്ടോ. 165 ആണ് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം ഗവർണറാണ്. നിയമിക്കുന്നത് ഗവർണറാണ് അല്ലെ? അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം ഗവർണർ ആണ്. അത് ശരിയാണ്. നിലവിൽ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ കെ ജാജു ബാബു ആണ് നിലവിൽ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ. ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ, സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് ആര്? അഡ്വക്കേറ്റ് ജനറൽ. അപ്പൊ അത് ശരിയാണ്. പിന്നെ ഇവിടെ പഠിച്ചു വെക്കണം, അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചിലപ്പോൾ വൺ വേർഡ് ആയിട്ടൊക്കെ ചോദ്യം വരെ 165 ആണ് കേട്ടോ. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 165 ആണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം ആരാണ്? ഗവർണർ ആണ് നിയമിക്കുന്നത്. നിലവിൽ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ കെ ജാജു ബാബു ആണ്.
ഇതുവരെ ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത് നോക്കാം. ഇനി പോയിന്റ്സ് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തുള്ള സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ പോയിന്റ്സ് ആക്കി പഠിച്ചെടുക്കണം. ഇവിടെ 163 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ആർട്ടിക്കിൾ 165 ആണെന്നുള്ളത് മനസ്സിലാക്കുക. ആർട്ടിക്കിൾ 163 അല്ല, ആർട്ടിക്കിൾ 165 ആണ്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ അഡ്വക്കേറ്റ് ജനറൽ ആണ്. പഠിച്ചു. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 165 ആണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം ആരാണ്? ഗവർണറാണ് നിയമിക്കുന്നത്. നിലവിൽ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ കെ ജാജു ബാബു ആണ്. കെ ജാജു ബാബു. ഓക്കെ, അപ്പൊ 1, 3, 4 എന്നിവ ശരിയാണ്. രണ്ടിൽ എന്താണ് തെറ്റ് വന്നത്? 163 അല്ല, 165 ആണ്. ക്ലിയർ? അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 165 നമ്മൾ പഠിച്ചു അല്ലെ? അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 165 സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്നത് അഡ്വക്കേറ്റ് ജനറലിനാണ്. സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്നത് ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ ആണ് അല്ലെ? സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്നത് ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ ആണ്. ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ ആണ്. ആർട്ടിക്കിൾ ഏതാണ്? 165 അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 165 ആണ്. കേന്ദ്രത്തിലെ അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനത്തുള്ള പദവിയാണ് അഡ്വക്കേറ്റ് ജനറൽ. അത് ചിലപ്പോൾ ഒരു വൺ വേർഡ് ആയിട്ട് ചോദ്യം വരും കേട്ടോ. കേന്ദ്രത്തിലെ അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനത്തുള്ള പദവി ഏതാണ്? അഡ്വക്കേറ്റ് ജനറൽ. ഏതാണ്? അഡ്വക്കേറ്റ് ജനറൽ ആണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയും. അപ്പൊ കേട്ടിട്ടായാലും നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയട്ടോ, അതിലൊന്നും വിചാരിക്കരുത്. ഞാൻ പിന്നെയും പറയും. ഓക്കെ, അപ്പൊ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 165 ആണ്. കണ്ടോ, നിങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞു. 165 ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ചിലപ്പോൾ മുമ്പ് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ 165 ആണ്. അതിന് വേണ്ടിയിട്ടോ റിപ്പീറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പൊ 165 ആണ്. പിന്നെ സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്നത് ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ ആണ്. സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്നത് അഡ്വക്കേറ്റ് ജനറൽ ആണ്. കേന്ദ്രത്തിലെ അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനത്തുള്ള പദവിയാണ് ഏത്? അഡ്വക്കേറ്റ് ജനറൽ. ഹൈക്കോടതി ജഡ്ജി ആകുന്നതിനുള്ള യോഗ്യതയാണ് ഒരു അഡ്വക്കേറ്റ് ജനറലിന് ഉണ്ടായിരിക്കേണ്ടത്. ഹൈക്കോടതി ജഡ്ജി ആകുന്നതിനുള്ള യോഗ്യതയാണ് ഒരു അഡ്വക്കേറ്റ് ജനറലിന് ഉണ്ടായിരിക്കേണ്ടത്. ഹൈക്കോടതി ജഡ്ജി ആകുന്നതിനുള്ള യോഗ്യതയാണ് ആർക്കുണ്ടായിരിക്കുന്നത്? അഡ്വക്കേറ്റ് ജനറലിന് ഉണ്ടായിരിക്കേണ്ടത്. നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനും തന്റെ അഭിപ്രായം രേഖപ്പെടുത്തുവാനും അധികാരമുണ്ടെങ്കിലും നിയമസഭയിൽ വോട്ട് രേഖപ്പെടുത്താൻ അധികാരമില്ല. അതൊന്ന് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, നിയമസഭാ സമ്മേളനങ്ങളിൽ ആൾക്ക് പങ്കെടുക്കാം, തന്റെ അഭിപ്രായങ്ങൾ വേണമെങ്കിൽ അവിടെ പറയാം. പക്ഷേ നിയമസഭയിൽ വോട്ട് രേഖപ്പെടുത്താൻ ആർക്ക് അധികാരമല്ല? അഡ്വക്കേറ്റ് ജനറലിന് അധികാരമല്ല. നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനും തന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും അധികാരമുണ്ട്. തന്റെ അഭിപ്രായങ്ങൾ അവിടെ പങ്കുവെക്കാനും അധികാരമുണ്ട്. എങ്കിൽ വോട്ട് ചെയ്യാനുള്ള അധികാരം ഇല്ല. കേരളത്തിലെ ആദ്യ അഡ്വക്കേറ്റ് ജനറൽ KV സൂര്യനാരായണ അയ്യരും കേരളത്തിൽ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദുമാണ്. ഇതൊന്ന് പഠിച്ചു വെക്കണേ, ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. കേരളത്തിലെ ആദ്യ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? KV സൂര്യനാരായണ അയ്യർ. ഓക്കെ, കേരളത്തിലെ ആദ്യ അഡ്വക്കേറ്റ് ജനറൽ ആണ് ആര്? KV സൂര്യനാരായണ അയ്യർ. കേരളത്തിലെ ആദ്യ അഡ്വക്കേറ്റ് ജനറൽ ആണ് KV സൂര്യനാരായണ അയ്യർ. കേരളത്തിൽ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ അഡ്വക്കേറ്റ് ജനറൽ ആണെങ്കിൽ അത് CP സുധാകര പ്രസാദ് ആണ്. ഓക്കെ, CP സുധാകര പ്രസാദ്. അപ്പോ കേരളത്തിലെ ആദ്യ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? KV സൂര്യനാരായണ അയ്യർ ആണ്. പിന്നെ കേരളത്തിൽ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദുമാണ്. ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അപ്പൊ ഒന്നുകൂടെ വേഗം പറഞ്ഞു പോവാ. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 165 ആണ്. അത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പിന്നെ സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്നത് ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ ആണ്. കേന്ദ്രത്തിലെ അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനത്തുള്ള പദവിയാണ് അഡ്വക്കേറ്റ് ജനറൽ. പിന്നെ ഹൈക്കോടതി ജഡ്ജി ആകുന്നതിനുള്ള യോഗ്യതയാണ് ഒരു അഡ്വക്കേറ്റ് ജനറലിന് ഉണ്ടായിരിക്കേണ്ടത്. ഹൈക്കോടതി ജഡ്ജി ആകുന്നതിനുള്ള യോഗ്യതയാണ് ഒരു അഡ്വക്കേറ്റ് ജനറലിന് ഉണ്ടായിരിക്കേണ്ടത്. നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനും തന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അധികാരമുണ്ട്. എന്നാൽ വോട്ട് രേഖപ്പെടുത്താൻ അധികാരമില്ല. കേരളത്തിലെ ആദ്യ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? KV സൂര്യനാരായണ അയ്യർ ആണ്. കേരളത്തിൽ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ അഡ്വക്കേറ്റ് ആണ് ജനറൽ CP സുധാകര പ്രസാദ്. ജനറൽ CP സുധാകര പ്രസാദ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ പോയിന്റ്സ് ക്ലിയർ ആയി. അഡ്വക്കേറ്റ് ജനറൽ ക്ലിയർ ആയി. അടുത്തത് നോക്കാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായ
പ്രസ്താവനകൾ. തെറ്റായതാണ്. അപ്പൊ നമുക്ക് നോക്കാം. KS രൂപവൽക്കരിക്കാൻ അടിസ്ഥാനമായ നിയമം 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് ആണ്. എന്താണ്? അത് ശരിയാണ്. ചോദിച്ചിട്ടുള്ളത് ശരിയല്ല, തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതെന്താണ്? ഇത് ശരിയാണ്. രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷനാണ് KAS എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. അല്ലല്ലോ, രണ്ടാം ഭരണപരിഷ്കാരമാണോ? അല്ല, രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ അല്ല. 1997 മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷനാണ്. മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ. അപ്പൊ ഇത് തെറ്റാണ്. ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 സെക്ഷൻ 2 അടിസ്ഥാനമാക്കിയാണ് KS സ്പെഷ്യൽ റൂൾസ് 2017 രൂപം കൊണ്ടത്. ഇതും എന്താണ്? ഇത് ശരിയാണ് കേട്ടോ. KSലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണോ? അല്ലല്ലോ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണോ കേരളത്തിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്? അല്ല. ഏതാണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് മനസ്സിലാക്കുക. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് കേട്ടോ. KSനെ എന്താണ്? KSലേക്ക് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് യൂണിയൻ അല്ല, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ല, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. അപ്പൊ ഇതിൽ തെറ്റായ പ്രസ്താവനകൾ. ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. 2ഉം 4ഉം തെറ്റാണ്. എന്താണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കണേ. രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ അല്ല, മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ ആണ്. മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ ആണ്. KSലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ല, കേരള KPSC ആണ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. അപ്പൊ ഇതിൽ തെറ്റുകൾ മനസ്സിലായി. ശരികൾ പഠിച്ചു വെക്കണ്ടേ. KS രൂപവൽക്കരിക്കാൻ അടിസ്ഥാനമായ നിയമം 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് ആണ്. കേരള പബ്ലിക് സർവീസ് ആക്ട് ആണ്. പിന്നെ മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷനാണ് KS എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 സെക്ഷൻ 2 അടിസ്ഥാനമാക്കിയാണ് KS സ്പെഷ്യൽ റൂൾസ് 2017 രൂപം കൊണ്ടത്. KSലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ല. ഏതാണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. അപ്പൊ 2ഉം 4ഉം ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അത് തെറ്റാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ മാതൃകയിൽ കേരള സംസ്ഥാനത്ത് രൂപം കൊണ്ട സർവീസാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ മാതൃകയിൽ കേരള സംസ്ഥാനത്ത് രൂപം കൊണ്ട സർവീസാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അല്ലെ? KS. ഓക്കെ, KS ആണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ മാതൃകയിൽ കേരള സംസ്ഥാനത്ത് രൂപം കൊണ്ടത്. 1997 മെയ്യിൽ നിലവിൽ വന്ന മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷനാണ് KS എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഇമ്പോർട്ടന്റ് ആണ്. 1997 മെയ്യിൽ നിലവിൽ വന്ന മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷനാണ് KS എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. KAS സ്പെഷ്യൽ റൂൾസ് 2017 പ്രകാരമാണ് KS രൂപം കൊണ്ടത്. KS സ്പെഷ്യൽ റൂൾസ് 2017 പ്രകാരമാണ് KS രൂപം കൊണ്ടത്. KS സ്പെഷ്യൽ റൂൾസ് 2017. KSലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. KSലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ KPSC. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. KPSC ആണ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ മാതൃകയിൽ കേരള സംസ്ഥാനത്ത് രൂപം കൊണ്ട സർവീസ് ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. 1997 മെയ്യിൽ നിലവിൽ വന്ന മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ ആണ് KS എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഇമ്പോർട്ടന്റ് ആണ്. 1997 മെയ്യിൽ നിലവിൽ വന്ന മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ ആണ് KS എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. KS സ്പെഷ്യൽ റൂൾസ് 2017 പ്രകാരമാണ് KS രൂപം കൊണ്ടത്. KAS സ്പെഷ്യൽ റൂൾസ് 2017 പ്രകാരമാണ് KS രൂപം കൊണ്ടത്. KSലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ഇതുവരെ ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് എന്തായാലും അറിഞ്ഞു വെക്കണം. അപ്പൊ തെറ്റെന്താന്ന് മനസ്സിലായി, നമ്മൾ അത് ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നിലവിൽ വന്നത് എന്ന്. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നിലവിൽ വന്നത് എന്നാണ് നിലവിൽ വന്നത്? കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1958 ഡിസംബർ 17. 1958 ഡിസംബർ 17 1958 ഡിസംബർ 17 കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നിലവിൽ
നിലവിൽ വന്നത്? കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നിലവിൽ വന്നത് 1958 ഡിസംബർ 17. ഡിസംബർ 17 1958 ഡിസംബർ 17 കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നിലവിൽ വന്നത്. എപ്പോഴാണ്? 1958 ഡിസംബർ 17. ഓക്കെ, 1958 ഡിസംബർ 17 കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നിലവിൽ വന്നത്. 1958 ഡിസംബർ 17. 1958 ഡിസംബർ 17. കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുമുള്ള ഉദ്യോഗസ്ഥരുടെയും നിയമനം, സീനിയോറിറ്റി, പ്രൊമോഷൻ തുടങ്ങിയവയാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിൽ ഉൾപ്പെടുന്നത്. കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുമുള്ള ഉദ്യോഗസ്ഥരുടെയും നിയമനം, സീനിയോറിറ്റി, പ്രൊമോഷൻ തുടങ്ങിയവയാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 309 പ്രകാരമാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾ രൂപവൽക്കരിച്ചത്. ഇമ്പോർട്ടന്റ് അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ആർട്ടിക്കിൾ 309 പ്രകാരമാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് രൂപവൽക്കരിച്ചത്. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിൽ ആകെ 3 ഭാഗങ്ങളുണ്ട്. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിൽ ആകെ 3 ഭാഗങ്ങൾ. എത്ര ഭാഗങ്ങളാണ്? 3 ഭാഗങ്ങളാണ് ഉള്ളത്. എത്ര ഭാഗങ്ങളാണ്? 3 ഭാഗങ്ങൾ. 309 പ്രകാരമാണ്, ആർട്ടിക്കിൾ 309 പ്രകാരമാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് രൂപവൽക്കരിച്ചത്. ആർട്ടിക്കിൾ 309. എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളാണ് ഉള്ളത്. 3 ഭാഗങ്ങൾ. സർക്കാർ ഉദ്യോഗസ്ഥരുടെ തിരഞ്ഞെടുപ്പ് രീതിയെ പറ്റി പരാമർശിക്കുന്ന കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിലെ വകുപ്പ് 5 എന്താണ്? സർക്കാർ ഉദ്യോഗസ്ഥരുടെ തിരഞ്ഞെടുപ്പ് രീതിയെ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ തിരഞ്ഞെടുപ്പ് രീതി നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണ്ട അല്ലെ? സർക്കാർ ഉദ്യോഗസ്ഥരുടെ തിരഞ്ഞെടുപ്പ് രീതിയെ പറ്റി പരാമർശിക്കുന്ന കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിലെ വകുപ്പാണ് വകുപ്പ് 5. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രൊബേഷൻ കാലയളവ് പരാമർശിക്കുന്നത് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂളിലെ വകുപ്പ് 19 KS ആൻഡ് SSR അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, അങ്ങനെ ഓർത്തു വെച്ചാൽ മതി കേട്ടോ. KS ആൻഡ് SSR. ഓക്കെ, കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് ആണ്. ഓക്കെ, കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ്. ഓക്കെ, കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 19. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രൊബേഷൻ കാലയളവ് പരാമർശിക്കുന്നത് സെക്ഷൻ 19, അത് വകുപ്പ് 19. സർക്കാർ ഉദ്യോഗസ്ഥരുടെ തിരഞ്ഞെടുപ്പ് രീതിയെ പറ്റിയാണെങ്കിൽ അത് സെക്ഷൻ 5, വകുപ്പ് 5. ഓക്കെ, അപ്പൊ വകുപ്പ് 19, വകുപ്പ് 5. മനസ്സിലായല്ലോ? ഒന്നുകൂടെ, കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുമുള്ള ഉദ്യോഗസ്ഥരുടെയും നിയമനം, സീനിയോറിറ്റി, പ്രൊമോഷൻ തുടങ്ങിയവയാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ആർട്ടിക്കിൾ ഏത് പ്രകാരമാണ്? അനുച്ഛേദം 309 പ്രകാരം, ആർട്ടിക്കിൾ 309 പ്രകാരമാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് രൂപവൽക്കരിച്ചത്. പഠിച്ചു വെക്കണം, രൂപവൽക്കരിച്ചത്. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിൽ ആകെ എത്ര ഭാഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 3 ഭാഗങ്ങളാണ് ആകെ ഉള്ളത്. 2 പ്രധാനപ്പെട്ട വകുപ്പുകളും നമുക്ക് പഠിക്കാണ്ട്. ഏതൊക്കെയാണ്? സർക്കാർ ഉദ്യോഗസ്ഥരുടെ തിരഞ്ഞെടുപ്പ് രീതിയെ പറ്റി പരാമർശിക്കുന്ന വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ വകുപ്പ് 5. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രൊബേഷൻ കാലയളവിനെ പറ്റി പരാമർശിക്കുന്നതാണെങ്കിൽ വകുപ്പ് അല്ലെങ്കിൽ സെക്ഷൻ 19. ഓക്കെ, സെക്ഷൻ 19. അപ്പൊ ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുമുള്ള ഉദ്യോഗസ്ഥരുടെയും നിയമനം, സീനിയോറിറ്റി, പ്രൊമോഷൻ തുടങ്ങിയവയാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിൽ ഉൾപ്പെടുന്നത്. ക്ലിയർ അല്ലേ? സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഈ സംഭവം ഒന്ന് പഠിച്ചു വെക്കണേ. കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുമുള്ള ഉദ്യോഗസ്ഥരുടെയും നിയമനം, സീനിയോറിറ്റി, പ്രൊമോഷൻ തുടങ്ങിയവയാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 309 പ്രകാരമാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് രൂപവൽക്കരിച്ചത്. ആർട്ടിക്കിൾ 309 പ്രകാരം, ആർട്ടിക്കിൾ 309 പ്രകാരം ക്ലിയർ ആവണം. ആർട്ടിക്കിൾ 309 പ്രകാരം കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിൽ ആകെ 3 ഭാഗങ്ങളാണുള്ളത്. എത്ര ഭാഗങ്ങളാണ്? 3 ഭാഗങ്ങളാണ് ആകെ ഉള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ തിരഞ്ഞെടുപ്പ് രീതിയെ പറ്റി പരാമർശിക്കുന്ന കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിലെ വകുപ്പ് 5. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രൊബേഷൻ കാലയളവിനെ പറ്റി പരാമർശിക്കുന്ന വകുപ്പാണെങ്കിൽ വകുപ്പ് 19. ഓക്കെ, അപ്പൊ വകുപ്പ് 5ഉം വകുപ്പ് 19. അടുത്തത്
തെറ്റായ പ്രസ്താവനകൾ ഏത്? തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്. സംസ്ഥാന സിവിൽ സർവീസിന്റെ തലവൻ ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാന സിവിൽ സർവീസിന്റെ തലവൻ ആരാണ്? ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാന സിവിൽ സർവീസിന്റെ തലവനാണ് ചീഫ് സെക്രട്ടറി. കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറി AG മേനോൻ ആയിരുന്നു. അതെന്താണ്? അത് തെറ്റാണ് അല്ലെ. രാഘവനാചാര്യാണ്, NES രാഘവനാചാര്യാണ് ആദ്യത്തെ ചീഫ് സെക്രട്ടറി. AG മേനോൻ തെറ്റാണ്. അപ്പൊ ഇതൊരു തെറ്റ്. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ IAS ആണ്. അതെ, വിശ്വനാഥ് സിൻഹയാണ് അല്ലെ. വിശ്വനാഥ് സിൻഹ IAS ആണ് നിലവിലെ ചീഫ് സെക്രട്ടറി. നിലവിലെ കറണ്ട് അഫയർ ആണ്, പഠിച്ചു വെക്കണം. നിലവിലെ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയാണ് നിലവിലെ ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. തെറ്റാണ്. ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഇതും തെറ്റാണ്. 2ഉം 4ഉം ആണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് തെറ്റ്. 2, 4 എന്തൊക്കെയാണ് തെറ്റ്? സംസ്ഥാന സിവിൽ സർവീസിന്റെ തലവൻ ചീഫ് സെക്രട്ടറിയാണ്. അത് ശരിയാണ് അല്ലെ. സംസ്ഥാന സിവിൽ സർവീസിന്റെ തലവൻ ആരാണ്? ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി. ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് ആര്? അഡ്വക്കേറ്റ് ജനറൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി AG മേനോൻ ആയിരുന്നു എന്നുള്ളത് തെറ്റാണ്. രാഘവനാചാര്യാണ് ആദ്യത്തെ ചീഫ് സെക്രട്ടറി. അപ്പൊ അതൊരു തെറ്റ് മാറ്റി പഠിച്ചു വെക്കണം. രാഘവനാചാര്യാണ് ആദ്യ ചീഫ് സെക്രട്ടറി. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ IAS ആണ്. വിശ്വനാഥ് സിൻഹ IAS ആണ് നിലവിലെ ചീഫ് സെക്രട്ടറി. 1 വേർഡിന് ചാൻസ് ഉള്ള ചോദ്യമാണ്. കറണ്ട് അഫയർ ആണ്, പഠിച്ചു വെക്കണം. ഓക്കെ, വിശ്വനാഥ് സിൻഹയാണ് നിലവിലെ ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ആണോ? അല്ല. ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയാണ് നമ്മുടെ ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നത്. അപ്പൊ തെറ്റ് മനസ്സിലായല്ലോ. അത് ശരിയായി പഠിച്ചല്ലോ. നമുക്ക് നോക്കാം. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി. ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ അഡ്വക്കേറ്റ് ജനറൽ. അപ്പോ സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ആര്? ചീഫ് സെക്രട്ടറി. കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി NES രാഘവനാചാരിയാണ്. ഇത് പഠിച്ചു വെക്കണേ. കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയാണ് NES രാഘവനാചാരി. കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയാണ് NES രാഘവനാചാരി. ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നത്. ഗവർണർ അല്ല. ഗവർണർ എന്ന് കൊടുത്താലും തെറ്റാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റുകൾ ശ്രദ്ധിക്കുക. കേന്ദ്രമാണെന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. ആരാണ്? മുഖ്യമന്ത്രിയാണ് നിയമിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നത്. കേരളത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ അധികാരമേറ്റത് 2026 ജൂൺ 30-നാണ്. എന്നാണ്? 2026 ജൂൺ 30. ആ ഡേറ്റ് കൂടെ ഒന്ന് ഓർത്തു വെച്ചോട്ടെ. 2026 ജൂൺ 30-നാണ്. ജൂൺ 30-നാണ് അധികാരമേറ്റത്. എത്രാമത്തെയാണെന്നും ചിലപ്പോൾ ഒരു ചോദ്യം വരും. 51ാമത് ചീഫ് സെക്രട്ടറിയാണ് വിശ്വനാഥ് സിൻഹ. എന്നാണ് അധികാരമേറ്റത്? 2026 ജൂൺ 30-നാണ്. 2026 ജൂൺ 30-നാണ്. ഒന്നുകൂടെ നോക്കാം. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി. കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറിയാണ് NES രാഘവനാചാരി. ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ അധികാരമേറ്റത് 2026 ജൂൺ 30-നാണ്. ഇനി സ്റ്റേറ്റ്മെന്റുകൾ, നേരത്തെ തന്ന സ്റ്റേറ്റ്മെന്റുകൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. സംസ്ഥാന സിവിൽ സർവീസിന്റെ തലവൻ ആരാണ്? ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാന സിവിൽ സർവീസിന്റെ തലവൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ചീഫ് സെക്രട്ടറിയാണ്. കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി NES രാഘവനാചാര്യാണ്. ഈ തെറ്റ് മനസ്സിലാക്കുക. രാഘവനാചാര്യാണ്. അപ്പൊ തെറ്റാണിത് അല്ലെ. അത് തെറ്റാണ്. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയാണ്. നമ്മൾ പഠിച്ചു. 2026 ജൂൺ 30-നാണ് 51ാമത് അല്ലെ. 51ാമതാണ്. 2026 ജൂൺ 30-നാണ് അധികാരമേറ്റത്. ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്ന് തന്നു കഴിഞ്ഞാൽ എന്താണ്? അത് തെറ്റാണ്. ഗവർണർ അല്ല, കേന്ദ്ര സർക്കാർ അല്ല, രാഷ്ട്രപതി അല്ല, മുഖ്യമന്ത്രിയാണ് നിയമിക്കുന്നത്. അതും ക്ലിയർ ആണ്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ നമ്മൾ പഠിച്ചു, അത് ചീഫ് സെക്രട്ടറിയാണ്. ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ അഡ്വക്കേറ്റ് ജനറൽ ആണെന്നും പഠിച്ചു. കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറി NES രാഘവനാചാരി പഠിച്ചു വെക്കണം. ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് അറിഞ്ഞു വെക്കണം. ഇത് കറണ്ട് അഫയർ എന്തായാലും പഠിച്ചു വെക്കണം. 51ാമത് ചീഫ് സെക്രട്ടറിയായ വിശ്വനാഥ് സിൻഹ അധികാരമേറ്റത് 2026 ജൂൺ 30-നാണ്. അടുത്തത്,
കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി, കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്? പത്മ രാമചന്ദ്രൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്? പത്മ രാമചന്ദ്രൻ. പത്മ രാമചന്ദ്രൻ. ഇതെന്തായാലും ഒന്ന് പഠിച്ചു വെക്കണേ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആണ് ആര്? പത്മ രാമചന്ദ്രൻ. ആരാണ്? പത്മ രാമചന്ദ്രനാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി. ആരാണ്? പത്മ രാമചന്ദ്രൻ. പത്മ രാമചന്ദ്രൻ. 1990-91 കാലഘട്ടത്തിൽ കേരളത്തിന്റെ 17ാമത് ചീഫ് സെക്രട്ടറി ആയാണ് പത്മ രാമചന്ദ്രൻ സേവനം അനുഷ്ഠിച്ചത്. ഓക്കെ, പത്മ രാമചന്ദ്രൻ 17ാമതാണ് കേട്ടോ. 17ാമത്. 51ാമത് ആരാണ്? വിശ്വനാഥ് സിൻഹ. ഓക്കെ, അപ്പൊ 1990-91 കാലഘട്ടത്തിൽ കേരളത്തിന്റെ 17ാമത് ചീഫ് സെക്രട്ടറി ആയി പത്മ രാമചന്ദ്രൻ സേവനം അനുഷ്ഠിച്ചത്. ഓക്കെ, പത്മ രാമചന്ദ്രൻ, ലിസി ജേക്കബ്, നീല ഗംഗാധരൻ, ശാരദ മുരളീധരൻ എന്നിവരാണ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിമാരായ വനിതകൾ. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിൽ ചീഫ് സെക്രട്ടറിമാരായ വനിതകളിൽ പെടാത്തത് ആര് എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ മനസ്സിലാക്കുക, പത്മ രാമചന്ദ്രൻ, ലിസി ജേക്കബ്, നീല ഗംഗാധരൻ, ശാരദ മുരളീധരൻ എന്നിവരാണ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിമാരായ വനിതകൾ. മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിതയാണ് ജാനകി രാമചന്ദ്രൻ. ഓക്കെ, മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിതയാണ് ജാനകി രാമചന്ദ്രൻ. DGP ആയ ആദ്യ മലയാളി വനിതയാണ് ആർ ശ്രീലേഖ. ആർ ശ്രീലേഖ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആർ ശ്രീലേഖയാണ് DGP ആയ ആദ്യ മലയാളി വനിത. ഒന്നുകൂടെ നോക്കാം. 1990-91 കാലഘട്ടത്തിൽ കേരളത്തിന്റെ 17ാമത് ചീഫ് സെക്രട്ടറി ആയത് ചീഫ് സെക്രട്ടറി ആയാണ് പത്മ രാമചന്ദ്രൻ സേവനം അനുഷ്ഠിച്ചത്. പത്മ രാമചന്ദ്രൻ, ലിസി ജേക്കബ്, നീലഗംഗാധരൻ, ശാരദ മുരളീധരൻ എന്നിവരാണ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിമാരായ വനിതകൾ. മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിതയാണ് ജാനകി രാമചന്ദ്രൻ. ആദ്യ മലയാളി വനിത. കേരള മുഖ്യമന്ത്രി അല്ല, തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. 1988 തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്നാണ് കൊടുത്തിട്ടുള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാന്ന് കൊടുത്തിട്ടില്ല. കേരളത്തിന്റെ അല്ല, തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. DGP ആയ ആദ്യ മലയാളി വനിതയാണ് ആർ ശ്രീലേഖ. ആർ ശ്രീലേഖ. ക്ലിയർ അല്ലേ? ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ടാവും. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ എന്തായാലും ഈ പറയുന്ന അതായത് ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ടാണ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അത്രയും നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നീട്ടി വലിച്ച് പഠിക്കാനുള്ള ഒരു സമയമല്ല ഇപ്പൊ ലാസ്റ്റ് ടൈമിൽ നമുക്കുള്ളത്. അപ്പൊ അതിനുവേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സസ് കണ്ടെത്തി അതിൽ നിന്നും കാര്യങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഓരോന്നും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ചോദ്യങ്ങൾ വരാൻ അത്രയും ചാൻസ് ഉണ്ട്. തരുന്ന ഓരോ എക്സ്ട്രാ പോയിന്റ്സും മനസ്സിലാക്കുക. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നല്ലോണം പ്രതീക്ഷിച്ച് പോകണം. വൺ വേർഡ് മാത്രം പ്രതീക്ഷിച്ച് പോകരുത്. VFA ആണ്. നല്ല രീതിയിൽ സ്റ്റേറ്റ്മെന്റ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മളിവിടെ എടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെയും നിങ്ങൾ വായിച്ച് പഠിക്കുക. നല്ല രീതിയിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് എത്തിച്ചു തരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. അത്രയും തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പറയുന്നു, പഠനം മാത്രം കൊണ്ടുപോയാൽ പോരാ, റിവിഷനും അതിന്റെ കൂടെ തന്നെ കൊണ്ടുപോവുക. ഓക്കെ, പിന്നെ LDC LGS ബാച്ചിന്റെ കാര്യം മറക്കണ്ട. ഇപ്പൊ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സ്റ്റഡി മെത്തേഡ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് നല്ലൊരു വേരിയേഷൻ നിങ്ങളുടെ പഠനത്തിൽ കാണാൻ പറ്റും. നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കാണാനാവും. ഓക്കെ, അപ്പോൾ LDC LGS ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ. ചെറിയ ഫീസിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഫീസിൻ്റെയും മറ്റെല്ലാ ഡീറ്റെയിൽസും ഇതിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുക, എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡീറ്റെയിൽസിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പിന്നെ ഒരു വർഷത്തേക്കൊക്കെയാണ് നിങ്ങൾക്ക് വാലിഡിറ്റി ഉള്ളത്. അതായത് അടുത്ത എക്സാം നിങ്ങൾക്ക് LDC അല്ലെങ്കിൽ LGS ഏതിനാണോ ജോയിൻ ചെയ്യുന്നത്, എക്സാം വരെ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവും. എക്സാം കഴിഞ്ഞിട്ടേ അത് ക്ലോസ് ആയി പോവുള്ളൂ. പിന്നെ അതുപോലെ തന്നെയാണ് SCRT ബൂസ്റ്ററും ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞ് എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വൈകരുത്. ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റഡി മെത്തേഡ്സ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്താൻ പറ്റും. ആദ്യ റാങ്കുകളിലേക്ക് എത്താൻ പറ്റും. നിങ്ങളുടെ ഫോൾട്ടുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനുള്ള സ്റ്റെപ്സ് ഒക്കെ അവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഫോൾട്ടുകളെല്ലാം ചേഞ്ച് ആയി. പലരും ചിലപ്പോൾ കുറേ കാലമായിട്ടുണ്ടാവും എക്സാം എഴുതണോ. അപ്പോൾ അതൊക്കെ മാറ്റി, അതായത് എന്തൊക്കെയോ ചെറിയ ചെറിയ ഫോൾട്ടുകൾ കാരണം മാത്രമാണ് അത് പറ്റിപ്പോണത്. അതായത് ചില നെഗറ്റീവ് മാർക്ക് വരുന്നതായാലും ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റാതായാലും എന്തൊക്കെയോ ഒരു നെഗറ്റീവ് ഉണ്ട് പഠനത്തിലായാലും, ആ കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് മാറ്റാനുള്ള ഒരു സ്റ്റെപ്പ് ഞാൻ അവിടെ പറയുന്നുണ്ട്. സിമ്പിളായിട്ട് അത് വർക്ക്ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൾട്ടുകളും
നിങ്ങൾ മനസ്സിലാക്കും. അതിനുള്ള അടുത്ത സോഴ്സും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം നമ്മളവിടെ LDC LGS ബാച്ചിൽ പറയുന്നുണ്ട്. പിന്നെ SCERT ബൂസ്റ്ററിൽ SCERT ക്ലാസ്സസ് ആണ് ഉണ്ടാവുക. 30 ക്ലാസ്സസ് അതിൽ ന്യൂ SCERT ആണ്, 5 ക്ലാസ് ഓൾഡ് SCERT, 5 ക്ലാസ് NCERT. അങ്ങനെയാണ് SCERT ബൂസ്റ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. SCERT ബൂസ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് ഓരോ പാഠഭാഗങ്ങളും നമ്മൾ റെഫർ ചെയ്ത് അതിൽ നിന്നൊക്കെ വരാൻ അത്രയും ചാൻസ് ഉള്ള പോയിന്റ്സ് മാത്രം മാറ്റി നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരുപാട് സമയം കളയാതെ കിട്ടുന്ന സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ SCERT ബൂസ്റ്റർ തുടങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് വാരി വലിച്ച എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു പോകാനുള്ളതുണ്ട്, അങ്ങനെയും വേണമെങ്കിൽ തുടങ്ങായിരുന്നു. പക്ഷേ ഏറ്റവും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഫീസിൽ ചെറിയൊരു കോഴ്സായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. പെട്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏത് എക്സാമിന് പോകുന്നതിന് മുമ്പും സ്പീഡിൽ ഒന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് SCERT ബൂസ്റ്റർ ആ രീതിയിൽ തുടങ്ങിയിട്ടുള്ളത്. അതിനും 1 ഇയർ വാലിഡിറ്റി ഉണ്ട്. ആ സമയത്ത് വരുന്ന ഏതൊക്കെ എക്സാമുകളാണുള്ളത് അതിനൊക്കെ നിങ്ങൾക്കൊന്ന് കണ്ട് മനസ്സിലാക്കി പഠിച്ചു പോകാം. അതിന്റെ നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അറിയാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരാൾക്ക് കൂടെ ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം മറ്റൊരാൾക്ക് കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിപ്പോൾ പഠിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടാവും, കാണാത്തവരാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഉപകരിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഷോർട്സിൽ നമ്മൾ VFA ചലഞ്ച് ചെയ്യുന്നുണ്ട്, അതും മിസ്സാക്കരുത്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം, നല്ല രീതിയിൽ ഉപകരിക്കണം, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷോർട്സും നോക്കുക. അപ്പോൾ ഓരോന്നും കണ്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.